ഹായ് എല്ലാവർക്കും നമസ്കാരം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും മാറ്റിനും ഏറ്റവും ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ പണിയെടുത്തതിൻ്റെ കറക്റ്റ് കണക്കും, അതായത് പണിയെടുത്തതിൻ്റെ കൂലി കയറിയോ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഒരൊറ്റ ഇതിൽ തന്നെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പണിയെടുത്ത ഒരു വർക്ക് കോഡിൽ എത്ര മസ്റ്റോൾ നമ്പറാണുള്ളത്, ആ മസ്റ്റോളിൻ്റെ മൊത്തം വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ എടുത്തിട്ട് ക്രോമോ അല്ലെങ്കിൽ ഏതാണോ ഇതുള്ളതെന്ന് വെച്ചാൽ ഗൂഗിളിൽ NREGS MIS എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. ഇതിൽ എഴുതിയ പോലെ തന്നെ സെർച്ച് ചെയ്യുക. NREGS MIS എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണിക്കുന്ന ഫസ്റ്റ് കാണുന്ന NREGS MIS എന്ന് കാണിക്കുന്ന ലിസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കാണുന്ന അതേപോലെ തന്നെ NREGS MIS എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് അടിക്കുക. അതിൽ കാണുന്ന NREG MIS റിപ്പോർട്ട് MG NREG എന്ന് കാണിക്കുന്ന ഫസ്റ്റ് കാണിക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷനാണ് ചോദിക്കുന്നത്. അതിൽ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. 38 - 10 കാണിക്കുന്നത്, അപ്പോൾ 22 അടിച്ചു കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് എന്താണോ ചോദ്യം കാണിക്കുന്നത് വെച്ചാൽ അത് കറക്റ്റായിട്ട് അവിടെ അടിച്ചു കൊടുക്കുക. ആയതിനു ശേഷം വെരിഫൈ കോഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. വെരിഫൈ കോഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ 24-25 ആണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കേരളത്തിലുള്ളവരായിരിക്കും എന്ന് നോക്കുക. അപ്പോൾ കേരളം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിലെല്ലാ സ്റ്റേറ്റും വരും. അതിൽ കേരളം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൊട്ട് താഴെ കാണിക്കുന്ന കുറേ ലിസ്റ്റ് ചെയ്യും. അതിൽ കുറേ താഴോട്ടാക്കി കൊടുക്കുക. അതായത് R1 ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഉണ്ട്. അത് തൊഴിലുറപ്പ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളുമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ടാക്കി കൊടുക്കുക. അതിൽ താഴോട്ടാക്കി കൊടുക്കുക. ഏറ്റവും താഴെയായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ താഴോട്ടാക്കി കൊടുക്കുക. അതിൽ തൊഴിലുറപ്പ് സംബന്ധമായ എല്ലാ ഡീറ്റെയിൽസാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ വർക്ക് ഫയൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ താഴോട്ട് R22 ആണ്, R22 എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. R22 ഈ വർക്ക് ഫയൽ എന്ന് കാണിക്കുന്നതിൽ ഈ വർക്ക് ഫയൽ എന്ന് പറയുന്ന ഫസ്റ്റ് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ എല്ലാ വർഷത്തെയും വർക്കിൻ്റെ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് വർക്കാണോ അതിൽ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേറ്റ് അവിടെ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് വരും. അതേപോലെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ജില്ലേൻ്റെ സ്റ്റേറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് കാണിക്കും ഡിസ്ട്രിക്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ കേരളത്തിലെ എല്ലാ ജില്ലകളും അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്തു. ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് സെലക്ട് ചെയ്തു. നിങ്ങളുടെ ബ്ലോക്കും തൊട്ടിപ്പുറത്ത് ബ്ലോക്കും പഞ്ചായത്തും ഉണ്ട്. അതിൽ ഫസ്റ്റ് നിങ്ങളുടെ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കോഴിക്കോട് ജില്ല സെലക്ട് ചെയ്ത് അവിടെയുള്ള എല്ലാ ബ്ലോക്കുകളും ലിസ്റ്റ് ആകുന്നതാണ്. അതിൽ നിങ്ങളുടെ ഏതാണോ വർക്കിൻ്റെ അറിയേണ്ടതെന്ന് വെച്ചാൽ ആ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ പഞ്ചായത്തും സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ബ്ലോക്ക് സെലക്ട് ചെയ്ത എല്ലാ പഞ്ചായത്തുകളും ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ നിങ്ങളുടെ പഞ്ചായത്തും സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ഏത് വർഷത്തെ വർക്കിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾ നോക്കുക. ആ തൊട്ടപ്പുറത്ത് കാണിക്കുന്ന ഇയർ വർക്ക് സ്റ്റാർട്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഈ പുതിയതായിട്ട് തുടങ്ങിയ വർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ 24, 25 സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് മുന്നേ എല്ലാ വർഷങ്ങളുടെയും വർക്കിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അറിയേണ്ടത്. അപ്പോൾ 24, 25 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി അവിടെ 24, 25 വന്നിട്ടുണ്ടാവും. അതുതന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ്, വർക്ക് കോഡ്, വർക്കിൻ്റെ നെയിം, അതിൻ്റെ സ്റ്റാറ്റസ് ആണ്. വർക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ കഴിഞ്ഞതാണോ അല്ലെങ്കിൽ അപ്രൂവ് ആയിട്ടുള്ള എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഏത് വർക്കിൻ്റെ ആണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വ്യൂ ക്ലിക്ക് ചെയ്താൽ വർക്കിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വർക്കാണോ അതിൽ 2024 സ്റ്റാർട്ട് ചെയ്ത എല്ലാ വർക്കും അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് വർക്കിൻ്റെ പൈസ കയറിയോ എന്താ സംശയം എന്ന് വെച്ചാൽ ആ വർക്കിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികൾ ഇതാണ് നോക്കുന്നത്. അപ്പോൾ മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ട് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. വ്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വർക്കിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ടും എത്ര തൊഴിലിനെടുത്തു എന്നൊക്കെയാണ് മുകളിൽ കാണിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതിൽ എന്താ പറയുക, കോപ്പി ഓഫ് ഫില്ലഡ് ഇ മസ്റ്റ് റോൾ എന്ന് പറയുന്നത് 8ാമത്തത്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ്, ആ വർക്കിനെ പറ്റിയുള്ള വിവരങ്ങളാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 8ാമത്തത് കോപ്പി ഓഫ് ഇ മസ്റ്റ് റോൾ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് അവൈലബിൾ എന്ന് പറയുന്നത് ആ തൊട്ടപ്പുറത്ത് ബ്ലൂ കളറിൽ നീല കളറിൽ കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ നിങ്ങളുടെ ആരുടെ പണിയാണോ അവരുടെ തൊഴിൽ കാർഡ് നമ്പർ, അവരുടെ പേര്, അവർ ഉൾപ്പെട്ട മസ്റ്റ് റോളിൻ്റെ പേര്, വർക്ക് സ്റ്റാർട്ട് ചെയ്ത തുടങ്ങിയ തീയതിയും അവസാനിച്ച തീയതിയും പിന്നെ അവർ അറ്റൻഡൻസ് എടുത്തത്, അതായത് എത്ര ദിവസമാണോ വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണിക്കുന്നതാണ്. ഇത് ഈ വർക്ക് കോഡിൽ ഉൾപ്പെട്ട എല്ലാ മസ്റ്റോളും അവിടെ മസ്റ്റോളിൽ പണിയെടുത്തതിൻ്റെ വിവരങ്ങൾ അവിടെ കിട്ടുന്നതാണ്. ഇപ്പം ഒരു മസ്റ്റോളിൽ പണിയെടുത്തതിൻ്റെ ആണ് ഫസ്റ്റ് കാണിക്കുക. തൊട്ട് താഴെ അടുത്ത മസ്റ്റോളിൽ വർക്ക് എടുത്തതിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുക. അപ്പോൾ തൊട്ടിപ്പുറത്ത് കാണിക്കുന്നുണ്ട് ടോട്ടൽ അറ്റൻഡൻസ് ഒരു ദിവസമാണ് 333 രൂപയാണ് അവർക്ക് കയറിയത്. അത് നമ്മുടെ അക്കൗണ്ടിൽ എത്തിയത് 5/12/2023 അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ കയറാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് കയറിയിട്ടുണ്ടോയെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ തൊട്ടിപ്പുറത്ത് പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നതിൽ ഡേറ്റ് കാണിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറിയിട്ടുണ്ടാവും. ഇനി ഡേറ്റ് എന്തെങ്കിലും കാരണവശാൽ ഡേറ്റ് കാണിക്കാത്തതുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടില്ലെങ്കിൽ മാത്രമാണ് പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് കാണിക്കുന്നത്. അവിടെ ഡേറ്റ് കാണിക്കാതിരിക്കുക. ഇത് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഈ ഡേറ്റ് നോക്കുക. നിങ്ങൾ എന്താ പറയുക, എല്ലാ മസ്റ്റോളിൻ്റെ ഡീറ്റെയിൽസും അവിടെ കാണിക്കുന്ന ലിസ്റ്റ് ചെയ്യും. ഓരോരോ ആൾക്കാർ എത്ര പണിയാണോ ആ മസ്റ്റോളിൽ എടുത്തതെന്ന് വെച്ചാൽ അവരുടെ ആ വർക്ക് കോഡിലെടുത്ത എല്ലാ മസ്റ്റോളിൻ്റെ ഡീറ്റെയിൽസും കാണിക്കും. തൊട്ട് സൈഡിലായിട്ട് കാണിക്കുന്നതാണ്, ഏറ്റവും സൈഡിലായിട്ട് കാണിക്കുന്നതാണ് പേയ്മെൻറ്റ് ഡേറ്റ് എന്നുള്ളത്. അതിൽ ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തീയതിക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറിയിട്ടുണ്ട്. ആ തീയതിയാണ് അവിടെ കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഈ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ്. അത് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊക്കെ കമൻറ്റിലൂടെ മാക്സിമം പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്.